അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. എൻ്റെ പേര് സജി, വീട്ടുപേര് തുരുത്തേൽ. ഞാൻ മണ്ഡപ ഇടവക അംഗമാണ്. കാസർഗോഡ് ജില്ലയിലെ തോമാപുരം ഫൊറോനയിൽപ്പെട്ട മണ്ഡപം ഇടവക എന്ന ദേശത്ത് താമസിക്കുന്നു. എൻ്റെ കുടുംബം പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബമാണ്. എനിക്ക് എൻ്റെ ജീവിത പങ്കാളി, അതുപോലെ 3 മക്കൾ അടങ്ങിയൊരു കുടുംബമാണ്. പ്രത്യേകമായിട്ട് ദൈവരായ ശുശ്രൂഷയിലേക്ക് ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങൾ ശുശ്രൂഷയുമായിട്ടും അതുപോലെ ഇവിടെ അടുത്ത് ദൈവാനു മിനിസ്ട്രി ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ജീവിത മേഖലയോടൊപ്പം തന്നെ, കാർഷിക മേഖലയോടൊപ്പം തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിതം പൂർണ്ണമായും മാറ്റിവയ്ക്കുന്ന ഒരു ജീവിതമാണ് എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ളത്. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവമായിട്ട് എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരു 10-12 വയസ്സ് കാലഘട്ടത്തിൽ തന്നെ എൻ്റെ ഭവനത്തിലേക്ക് നാട്ടിൽ നിന്ന് കടന്നു വന്ന ഒരു ആൻറ്റി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്ന ഇങ്ങനെ വീട്ടിലിരുന്ന് പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ ഒരു അനുഭവം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടു കൂടി ഞാൻ ആരും കാണാതെ അമ്മയുടെ ഒരു സ്റ്റാച്ചു എടുത്ത് ജപമാലയിൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്ക് അന്ന് രാത്രി തന്നെ അമ്മയുടെ വലിയൊരു സാന്നിധ്യം എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും എന്നെ ദൈവത്തിങ്കിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതെൻ്റെ ഞാൻ പറഞ്ഞത് 3 പെൺമക്കളാണ്. എനിക്ക് രണ്ടാമത്തെ കൊച്ച് ജെറീന, അവളിപ്പോൾ +2 പഠിക്കുന്നു. അവളുടെ 2 വയസ്സുള്ള സമയത്ത് ഏകദേശം 16 വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ അവൾക്ക് 18 വയസ്സാണ്. 16 വർഷങ്ങൾക്ക് മുമ്പ് അതിന് ആ സംഭവത്തിന് മുമ്പ് ആ ആഴ്ച ഞാൻ ധ്യാനം കഴിഞ്ഞ് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെയൊക്കെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് കടന്നു വന്നൊരു സമയമാണ്. അങ്ങനെ പ്രഭാതത്തിൽ അമ്മയുടെ മാധ്യസ്ഥം തേടി വിശുദ്ധ കുർബാനയിൽ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അങ്ങനെ ചെറിയ പണിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് സഹോദരങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവിത പങ്കാളി അലക്കാനൊക്കെ ആയിട്ട് തോട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ചെറിയ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ വ്യാപരിക്കുന്ന സമയത്ത് കുഞ്ഞ് വളരെ യാദൃശ്ചികമായിട്ട് തോട്ടിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു തോട്, ഞാൻ പറഞ്ഞത് തോട്, എൻ്റെ വീടിന് മുമ്പിൽ ഒരു തോട് ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഈ തോട്ടിലേക്ക് ഇങ്ങനെ ഈ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തോട്ടിലൂടെയാണ് ഞങ്ങൾ അക്കരയ്ക്കര കടന്നു പോകുന്നത്. ഈ തോട്ടിലേക്ക് ഈ കുഞ്ഞ് വളരെ യാദൃശ്യമായിട്ട് ഇറങ്ങിപ്പോവുകയും ഞങ്ങളുടെ ആരെയും ശ്രദ്ധയപ്പെടാതെ ഈ കുഞ്ഞ് ഏകദേശം ഒരു 50 മീറ്ററോളം ദൂരത്തിലേക്ക് ഒഴുകിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു മരത്തിൻ്റെ മുകളിൽ ചവറ് വെത്താനായിട്ട് കയറി എൻ്റെ ഈ കാതിലേക്ക് ശക്തമായ ഒരു സ്വരം, വലിയൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ, അതല്ല അതിന് 10 ഇരട്ടി ശബ്ദത്തിൽ ഈ സ്വരം, കൊച്ചിൻ്റെ കരച്ചിൽ എൻ്റെ ചെവിയിലേക്ക് ആഞ്ഞു പതിക്കുമ്പോൾ തന്നെ എന്തോ കുഞ്ഞിന് വലിയൊരു ആപത്ത് സംഭവിച്ചു എന്ന് എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ എടുത്ത് ചാടി ഞാൻ ഈ തോട്ടിലേക്ക് ലക്ഷ്യമാക്കി ഞാൻ ഓടുമ്പോൾ ഈ കുഞ്ഞ് വെള്ളത്തിക്കിടെ ഇങ്ങനെ ഒഴുകിപ്പോയി എന്ന ഒരു സാഹചര്യം ഞാൻ കാണും. കൊച്ചിങ്ങനെ ഞാൻ നോക്കുമ്പോൾ കൊച്ചിങ്ങനെ
ഞാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ തന്നെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉടനെ ഈ കുഞ്ഞിനെ എടുത്ത് കരയ്ക്ക് കയറ്റി ഞാൻ മുട്ടയിൽ ഇട്ട് അതിന് വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ തിരിച്ചും മറിച്ചും മുട്ടയിലിട്ട് ഇവിടെ കുടഞ്ഞു. ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കണ്ണ് തുറന്നു. അങ്ങനെ വീണ്ടും ഉടനെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ കയറിയിട്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം വലിയൊരു ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത എന്ത് ഈ കുഞ്ഞ് ഇത്രയും ഒഴുകിപ്പോയിട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചില്ലല്ലോ എന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഒരു ദൈവികത എന്താണ് തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ കൃപാലയത്തിൽ അന്ന് ശുശ്രൂഷ ചെയ്യുന്ന സ്നേഹ സിസ്റ്ററാണ് അന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. സ്നേഹ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ സ്നേഹ സിസ്റ്റർ പറഞ്ഞു, മോനെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണം മോൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നൽകിക്കഴിഞ്ഞല്ലോ, എന്താണെന്ന് അറിയത്തില്ല. ഒരു തടിക്കഷ്ണം ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് കാണുന്നല്ലോ, അമ്മ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നല്ലോ, ഇതെന്താണെന്ന് എന്നോട് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് പരിശുദ്ധ അമ്മയാണ് ഈ കുഞ്ഞിനെ എനിക്ക് ജീവിതത്തിലേക്ക് വീണ്ടും നൽകിയത് എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായത്. അതിനുശേഷം എനിക്ക് പരിശുദ്ധ അമ്മയോട് ഭക്തിയല്ല, അതിലുപരിയായി അമ്മയോട് വലിയൊരു സ്നേഹം. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അമ്മയെ കൂട്ടുപിടിച്ചാൽ അമ്മ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും സംരക്ഷണം നൽകുന്ന ഒരു അമ്മയാണെന്നും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരു അമ്മയാണെന്നും എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് ഉറച്ചു വിശ്വസിക്കാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല, ആത്മീയ ജീവിതത്തിൽ ശുശ്രൂഷ മേഖലയിലൊക്കെ ഞാനിപ്പോൾ കള്ളാർ തിരുകള ധ്യാന കേന്ദ്രത്തിൽ പ്രിയപ്പെട്ട ജോർജ് കുടത്തിൽ അച്ഛനോട് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇവിടെ ദൈവാനുമേനി ശുശ്രൂഷ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇവിടെ ഒരു ദേവാലയത്തിൽ ദൈവാനുമേനി ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആത്മീയമായ മേഖലയിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് പറഞ്ഞാൽ ഒത്തിരിയേറെ ആത്മീയമായ അനുഗ്രഹങ്ങൾ, അതുപോലെ മക്കളുടെ ജീവിതത്തിലും ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊക്കെ അമ്മയുടെ മാധ്യസ്ഥം വഴി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചതായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതായിട്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. നമ്മൾ പ്രഭാഷണ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനം നമ്മൾ കാണുമ്പോൾ മക്കൾക്കുള്ള അവകാശം അമ്മയ്ക്ക് ഉറപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ ആത്മീയമായ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോടൊക്കെ ചേർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മക്കളുടെ നമ്മുടെ ശുശ്രൂഷ വഴി അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വഴിയൊക്കെ മക്കളോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മക്കളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ വഴി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ പഠന മേഖലയിലൊക്കെ നമ്മുടെ കുടുംബങ്ങളിലിരുന്ന് മാതാപിതാക്കന്മാരും മക്കളൊക്കെ ഒന്നിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഒരു ജപമാലയിൽ ഒരു രഹസ്യം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഞങ്ങളിപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പരിശുദ്ധ അമ്മയെ വിശ്വാസത്തിലും വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും ദൈവാശ്രയത്തിലും മക്കളെ വളർത്തണമേ. ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. അവരെ ജ്ഞാനത്തിലും പ്രായത്തിലും പരിശുദ്ധ അമ്മയെ അവിടുന്ന് ഈശോയെ വളർത്തിയതുപോലെ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനത്തിലും പ്രായത്തിലും വിവേകത്തിലും വിശുദ്ധിയിലും വളരാനുള്ള കൃപ നൽകണമേ. ഞങ്ങളെപ്പോഴും കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാറ്. തീർച്ചയായിട്ടും മക്കളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വിശ്വാസ മേഖലയിലും കുഞ്ഞുങ്ങളുടെ ദൈവാശ്രയ മേഖലയിലൊക്കെ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മക്കളുടെ ജീവിതത്തിൽ പഠന മേഖലയിലൊക്കെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിലൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ അനുഗ്രഹം. പ്രത്യേകിച്ച് മൂത്ത മകൾ ഇപ്പോൾ അവൾ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് ജർമ്മൻ ഭാഷ 4 വിഷയത്തിൽ അവൾക്ക് പാസ്സായി അവളിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ജെറീന, അവൾ SSLC കഴിഞ്ഞിട്ട് +2-ലാണ്. അവൾ എല്ലാ വിഷയത്തിലും SSLCക്ക് A+ ഓടുകൂടി പാസ്സായ കൊച്ചാണ്. അത് മൂന്നാമത്തെ കൊച്ച് ജസ്ന, അവൾക്കും പഠിക്കാനായിട്ട് പരിശുദ്ധ അമ്മയോട് ഒത്തിരിയേറെ കൃപ നൽകുന്നുണ്ട്. അതുതന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രത്യേകിച്ച് ഈ 2022 കാലഘട്ടത്തിൽ ഒരു വർഷം തന്നെ SSLCക്കും +2-നും എല്ലാ വിഷയത്തിലും മക്കൾക്ക് വിജയം പരിശുദ്ധ അമ്മയോട് ലഭിച്ചു.
അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ യാത്രയിലൊക്കെ ഈ പരീക്ഷയുടെയൊക്കെ സമയങ്ങളിലെല്ലാം ജപമാല 101 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് യാത്രയിലും, പ്രത്യേകിച്ച് ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്തൊക്കെ ഞാൻ പോകുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് 101 ജപമാല ചൊല്ലി കാഴ്ചവെക്കാനായിട്ടുള്ള നിയോഗമൊക്കെ ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മയിലൂടെ വലിയ അനുഗ്രഹം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ, പ്രത്യേകിച്ച് ജർമ്മൻ ഭാഷയിൽ പരീക്ഷയ്ക്കൊക്കെ വിജയം ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ പരാജയപ്പെട്ട് പിന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെട്ട് അത്ഭുതകരമായ ഇടപെടൽ ലഭിക്കുന്നതായിട്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടുമ്പോൾ പ്രത്യേകമായിട്ട് തിരിച്ചറിയുന്നതിന് മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചാച്ച മരിച്ച് 12 വർഷത്തോളം ചാച്ച മരിച്ചിട്ട് പിന്നിട്ടു. അമ്മയുടെ ശുശ്രൂഷയുടെ കാലഘട്ടമൊക്കെ കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ അടുത്തൊരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, മരിയൻ തീർത്ഥാടന കേന്ദ്രം ചട്ടമല. അവിടെ ശുശ്രൂഷയൊക്കെ പ്രിയപ്പെട്ട സൻലച്ചനോടും ആന്യച്ചനോടൊക്കെ ചേർന്ന് ശുശ്രൂഷയെ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് സൻലച്ചനാണ് അതിൻ്റെ ശുശ്രൂഷയുടെ അന്ന് അച്ഛനാണ് അതിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ ഒരു രാത്രി അവിടെ ഈ അഖണ്ഡ ജപമാല നടക്കുന്ന സമയത്ത് ഒരു രാത്രി മുഴുവനിരുന്ന് അഖണ്ഡ ജപമാലയെ സംബന്ധിച്ച് തിരിച്ചു വന്ന് ഭവനത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഉച്ചയോട് സമയത്ത് അമ്മ വളരെ യാദൃശ്ചികമായിട്ട്, ഒരു കുഴപ്പമില്ലായിരുന്നു, അമ്മ ബ്ലഡ് ഛർദ്ദിക്കുന്നതാണ്. ഞങ്ങൾ അന്ന് ശുശ്രൂഷയ്ക്കായിട്ട് വീണ്ടും പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നൊരു സമയമാണ് ഞാൻ. അപ്പം അമ്മ ഇങ്ങനെ ബ്ലഡ് പെട്ടെന്ന് ഇങ്ങനെ ഛർദ്ദിക്കുകയാണ്. പെട്ടെന്ന് അമ്മേനെ കൊണ്ട് ആശുപത്രിയിൽ പോയി. ചെറുപുഴ ഒരു സ്വകാര്യ ആശുപത്രി ചെന്ന് ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങൾ മംഗലാപുരത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ നിങ്ങൾ ചെല്ലണം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അമ്മേനെ അവിടെ നിന്ന് മംഗലാപുരം മുള്ളേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിയിലെല്ലാം പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നിരന്തരമായി പ്രാർത്ഥിച്ച് അമ്മയോട് പോകുമ്പോൾ അത്ഭുതകരമായിട്ട് അവിടെ ചെന്ന് പരിശോധിച്ചിരുന്നു. അമ്മയ്ക്ക് ഡോക്ടർ പറഞ്ഞു, ഇത്ര സമയം ബ്ലഡ് ഛർദ്ദിച്ച് ഇത്ര സമയം ഏകദേശം ഒരു 4-5 മണിക്കൂറോളം സമയം അവിടെ എത്തുന്നത് വരെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. സാധാരണ പരിശോധിച്ച് അമ്മയ്ക്ക് ശാരീരിക ഒരു ക്ഷീണമല്ലാതെ ഇത്രയും ബ്ലഡ് ഛർദ്ദിച്ചിട്ട് അമ്മയ്ക്കൊരു അങ്ങനെ ഒരു അപകടനില തരണം ചെയ്യാനായിട്ട് സാധിച്ചു. അത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ടുള്ളൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഈ രക്തക്കുഴൽ, പ്രത്യേകിച്ച് ഈ ഹൃദയത്തിലേക്ക് കടന്നു പോകുന്ന രക്തക്കുഴൽ പൊട്ടി രക്തം ഛർദ്ദി, അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം അവിടെ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. തുടർന്ന് ഏകദേശം ഒരു 14 പ്രാവശ്യം ഭവനങ്ങളിൽ പലപ്പോഴായിട്ട് 14 പ്രാവശ്യം അമ്മ രക്തം ഛർദ്ദിച്ച് അമ്മേനെ കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോഴെല്ലാം, പ്രത്യേകിച്ച് ഈ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം 14 പ്രാവശ്യം അമ്മയ്ക്ക് എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴെല്ലാം, സാധാരണ നമുക്കറിയാം എൻഡോസ്കോപ്പി ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻഡോസ്കോപ്പി ചെയ്യാൻ ആരും സമ്മതിക്കുക, അത്രമാത്രം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് ഈ ബൾബ് ഇറക്കി ശുശ്രൂഷ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് രോഗികളാരും അത് സമ്മതിക്കരുത്. എന്നാൽ അമ്മയുടെ അരികിൽ ഇരുന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഒരു അസ്വസ്ഥയും കൂടാതെ അമ്മ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ പൂർവ്വസ്ഥിതിയിൽ ആരോഗ്യത്തോടെ അമ്മ തിരിച്ചു വരുന്ന ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ശാരീരികമായിട്ട് ഒരു ക്ഷീണമോ അനുഭവിക്കാതെ തിരിച്ചു വരുന്നത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോവിഡ് കാലത്ത് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മംഗലാപുരം ഭാഗത്തേക്കുള്ള ആശുപത്രിയിലേക്കുള്ള യാത്രകളെല്ലാം ജില്ല അടച്ച് പൂട്ടി. അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലൊക്കെ പുറത്തേക്കൊന്നും ഒരു രോഗീനെ പോകാത്തൊരവസ്ഥയിലും പ്രത്യേകിച്ച് അമ്മ 2 പ്രാവശ്യം ഇങ്ങനെ രക്തം ഛർദ്ദിച്ചു. ഒരു പ്രാവശ്യം രക്തം ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് ചെറുപുഴ സ്വകാര്യ ഹോസ്പിറ്റൽ, സെൻറ്റ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റലിൽ ചെന്ന് അമ്മയെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഈ റിപ്പോർട്ടെല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഒരിക്കലും ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത് ഈ ഒരു ഹോസ്പിറ്റലിൽ ചെയ്യാൻ മാത്രം പറ്റുമല്ലാത്തൊരു കേസ് കേട്ടാണ്
അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ വേറെ എവിടെയും കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഡോക്ടറെ ഇവിടെ പിന്നെ അമ്മയെ അഡ്മിറ്റ് ചെയ്യണം, അമ്മയ്ക്ക് പിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടറോട് നിർദ്ദേശിച്ച് ഡോക്ടറുടെ ഞങ്ങൾ നിരന്തരമായി മാനിച്ചും ഡോക്ടർ അഡ്മിറ്റ് ചെയ്യുകയും അമ്മയുടെ മാധ്യസ്ഥം തേടി ശക്തമായിട്ട് ദിവികാരൻ സന്നിധിയിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, 2 പ്രാവശ്യം ഈ രക്തക്കുഴൽ പൊട്ടിയ രക്തക്കുഴൽ അത് പൂർണ്ണമായിട്ടും അടച്ച്, അത് മാത്രമല്ല രക്തക്കുഴൽ പൊട്ടിക്കഴിഞ്ഞാൽ അത് എൻഡോസ്കോപ്പി ചെയ്ത് അടയ്ക്കണം, അത് പിന്നീട് രക്തം കയറ്റണം, അതുപോലെ തന്നെ വീണ്ടും പൂർവ്വസ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞ് മാത്രമേ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ അമ്മ പൂർണ്ണ ആരോഗ്യത്തോടെ സാധാരണത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് ഈ പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് എന്ത് ചെയ്യണമെന്ന് നിലച്ചറിയാതിരിക്കുന്ന സമയം എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും വിചാരിക്കാൻ സമയത്ത് പ്രത്യേകിച്ച് അമ്മ അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയാണ് നമുക്കുള്ളതെന്നും അമ്മ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ലെന്നും പ്രത്യേകിച്ച് അമ്മയ്ക്ക് മക്കളുടെ മേലുള്ള അവകാശം, അതുപോലെ തന്നെ അമ്മയെ മഹത്വപ്പെടുത്തുന്നവർ നിക്ഷേപം കൂട്ടിവെക്കുന്നു. നമ്മുടെ ഏത് ജീവിതത്തിൽ പ്രത്യേകിച്ച് രോഗാവസ്ഥയിലാണെങ്കിലും ശരി, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ സമയത്താണെങ്കിലും ശരി, നമുക്ക് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകും. അമ്മ ഈശോയുടെ സന്നിധിയിൽ വരെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ 5 വയസ്സിൽ എൻ്റെ സഹോദരനോടൊപ്പം ഞാനൊരു പാലം കിടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് ഈ പാലത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കാനായിട്ട് ഞാൻ ഒരുപെട്ടപ്പോൾ എൻ്റെ കാല് എൻ്റെ പുറകോട്ട് ഞാൻ കാല് വയ്ക്കുമ്പോൾ ഈ പാലത്തിൽ നിന്ന് ഞാൻ തോട്ടിലേക്ക് വീഴുകയാണ് ചെയ്തത്. വലിയൊരു അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയാണ് എന്നെ സംരക്ഷിച്ച് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. കാരണം വലിയ പാറക്കട്ടയിലേക്കാണ് ഞാൻ ആ സമയത്ത് വീണത്. ഒരു പോറലും കൂടാതെ അവിടുന്ന് എന്നെ പരിശുദ്ധ അമ്മ കാത്തുരക്ഷിക്കും ഞാൻ കുറച്ച് വിശ്വസിക്കുക. അതുപോലെ തന്നെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ വന്നൊരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരനോടൊത്ത് ഇങ്ങനെ ഈ തോടിൻ്റെ സൈഡിലൂടെ അന്ന് തോട് നിറച്ചും വെള്ളമായിട്ട് ഇങ്ങനെ വലിയ മലവെള്ളം ഒഴുകി പോകുന്നൊരു സമയത്ത് ഈ തോടിനോട് ചേർന്നൊരു കിണറ്റിലേക്ക് നോക്കി. അതിന് കാരണമുണ്ട്, ആ കിണറ്റ് ഒരു ആമയുണ്ട്. അപ്പോൾ ആമേനെ കാണാനായിട്ടുള്ള ഒരു കൗതുകത്തിന് എന്നുകൊണ്ട് ഞാൻ ഈ കിണറ്റിലേക്ക് നോക്കുമ്പോൾ ഈ സഹോദരൻ ഇതിൻ്റെ ഈ തടിയേൽ വാക്കത്തി കൊണ്ട് കുത്തുകയും ഇതിൻ്റെ ഈ ബന്ധത്തിൽ വാക്കത്തി കൊണ്ട് കുത്തിയപ്പോൾ എൻ്റെ കൈ ധരിച്ച് ഞാൻ ഈ കിണറ്റിലേക്ക് വീണു പോകുന്നൊരവസ്ഥ. അങ്ങനെ 2-3 കവട് വെള്ളം ഞാൻ കുടിച്ചത് എൻ്റെ ഓർമ്മയുണ്ട്. സഹോദരൻ എടുത്ത് ചാടി എന്നെ ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പൊക്കി എടുത്തുകൊണ്ട് വരികയും കുറേ സമയം ഞങ്ങൾ 2 പേരും ഈ കിണറ്റിൽ കിടന്നുകൊണ്ട് ഒത്തിരി സമയം കാറിയിട്ട് ആരും കേൾക്കാതെ വന്നു. എന്നാൽ ഈ ഞങ്ങളുടെ ഭവനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു അക്രൈസ്തനായ ഒരു സഹോദരനെ പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ സമയത്ത് അവിടെ എത്തുകയും ഞങ്ങൾ ഈ കരച്ചിൽ കേട്ടുകൊണ്ട് ഞങ്ങൾ അത്ഭുതകരമായിട്ട് അവിടെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 15 വയസ്സിലാണ് ഞാൻ ധ്യാനം കൂടുന്നത്. ആ ധ്യാനം കൂടുന്ന സമയത്ത് പരിശുദ്ധ അമ്മ വഴി മോൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദൈവ സംരക്ഷണം നൽകിയതായിട്ട് എന്നെ അവിടുന്ന് ബോധ്യപ്പെടുത്തി. അതുപോലെ തന്നെ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് ഈ ഉൽപ്പത്തി പുസ്തകം 9:16 തിരുവചനം ഇപ്രകാരമാണ്: എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും ലോകമെങ്ങും പോയി എന്നെ പ്രഘോഷിക്കാനുമാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എന്നൊരു വചനം കൂടെ കർത്താവ് ഈ വചനം എൻ്റെ ജീവിതത്തിൽ നൽകുമ്പോൾ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കാൻ നിമിത്തമായത് തന്നെ ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി തീരാനായിട്ടുള്ള ഒരു വിളിയാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടായി. അതുമാത്രമല്ല പരിശുദ്ധ അമ്മ എപ്പോഴും
അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സാന്നിധ്യം എപ്പോഴും മോൻ്റെ കൂടെ ഉണ്ട് എന്ന് പലപ്പോഴും ഇങ്ങനെ ശുശ്രൂഷകൾ സമയത്തൊക്കെ അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി തരാനുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് പരിശുദ്ധ അമ്മയോട് നിരന്തരമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശുശ്രൂഷ മേഖലയിൽ എൻ്റെ ഇടവകയോട് ചേർന്ന് ആത്മീയ ശുശ്രൂഷ ഞാൻ ആരംഭിക്കുന്നത് തന്നെ അന്നത്തെ വികാരി അച്ഛനായ ജോൺ മുല്ലക്കര അച്ഛൻ, ജോൺ അച്ഛനാണ് ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ഇടവകയിൽ ആരാധന ശുശ്രൂഷയ്ക്ക് എന്നെ അച്ഛനാണ് എന്നെ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ കാലഘട്ടങ്ങളിലും തുടർന്ന് സബാസ്റ്റ്യൻ മുട്ടത്തുവാറ അച്ഛന്, നമ്മളെല്ലാം വിളിക്കുന്ന പോലീസ് അച്ഛൻ എന്നറിയപ്പെടുന്ന സബാസ്റ്റ്യൻ മുട്ടത്തുവാറ അച്ഛൻ്റെ ശുശ്രൂഷയുടെ സമയങ്ങളിൽ 3 വർഷക്കാലം അച്ഛൻ്റെ ശുശ്രൂഷയോട് ചേർന്നു. അതോടൊപ്പം ഇപ്പോൾ വികാരി അച്ഛനായിരിക്കുന്ന തോമസ് കേരള അച്ഛനെയൊക്കെ ശുശ്രൂഷയോട് ചേർന്ന് അച്ഛൻ എൻ്റെ നിർദ്ദേശമൊക്കെ ചെയ്യുന്ന ശുശ്രൂഷയോട് എപ്പോഴും ഇടവകയോട് ചേർന്ന് ആത്മീയ ശുശ്രൂഷ ചെയ്യാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ അങ്ങനെ പരിശുദ്ധ അമ്മയോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും അമ്മ ശുശ്രൂഷ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഈ സബാസ്റ്റ്യൻ മുട്ടത്തുവാറ അച്ഛൻ്റെ നേതൃത്വ ശുശ്രൂഷയുടെ സമയത്താണ് മണ്ഡപ ഇടവകയിലെ കള്ളാർ തിരുകര ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് കുടതൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ധ്യാനം നയിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ അന്ന് ആരാധന ശുശ്രൂഷയ്ക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് അന്ന് ഞാനാണ് ശുശ്രൂഷയിലുള്ളത്. അപ്പോൾ അച്ഛന് ഇങ്ങനെ പറഞ്ഞു, സജി നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ദൈവഗീതം എന്നാണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു നിയോഗം എന്ന പോലെ സജി നിരന്തരമായിട്ട് ജപമാല ചൊല്ലി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ട് അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു 2 മാസത്തിന് ശേഷം ജോർജ് അച്ഛന്, ബഹുമാനപ്പെട്ട ജോർജ് കുടതൽ അച്ഛന് ധ്യാന കേന്ദ്രത്തിൽ ഒരു പ്രാവശ്യം ഒരു 1 ഡേ ശുശ്രൂഷയ്ക്കായിട്ട് ആ അച്ഛൻ എന്നോട് ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ കള്ളാർ തിരുകര ധ്യാന കേന്ദ്ര ആശ്രമത്തിൽ അവിടെ ഒരു എല്ലാ ബുധനാഴ്ച ദിവസം നടക്കുന്ന 1 ഡേ ശുശ്രൂഷയ്ക്ക് അച്ഛന് എന്നെ ക്ഷണിക്കുകയും അങ്ങനെ ആ ശുശ്രൂഷയ്ക്ക് ചേർന്ന് പിന്നീട് അവിടെ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനൊക്കെ ആയിട്ട് ദൈവം എന്നെ അവിടുന്ന് നയിക്കുകയും ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചറിയുന്നത് പരിശുദ്ധ അമ്മ നമ്മളെ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ ഹിതം നിർവഹിക്കാൻ എന്താണോ ഈശോ ആഗ്രഹിക്കുന്നത്. അമ്മ പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമുക്ക് കാണുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. പരിശുദ്ധ അമ്മ നമ്മളോട് എപ്പോഴും പറയുന്നത് അതാണ്. ഈശോ പറയുന്നത് എന്താണെന്ന് ചെയ്യുവാനാണ്, ഈശോ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് അമ്മ എപ്പോഴും നമ്മളെ ഉദ്ബോധിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മളെ ദൈവിക വഴിയിലൂടെ നടത്തും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്താണ് ഈ അതിരുമാവ് ദൈവാനുവ മിനിസ്ട്രി ശുശ്രൂഷകൾ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ആ ദേവാലയത്തിൽ ഒരിക്കൽ ഇങ്ങനൊരു ശുശ്രൂഷയുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അന്ന് തന്നെ ബഹുമാനപ്പെട്ട പോൾ തട്ടുപറമ്പൽ അച്ഛന് ശുശ്രൂഷയ്ക്ക് സഹായിക്കും, അല്ലെങ്കിൽ ശുശ്രൂഷയിൽ അന്ന് തന്നെ ഒരു ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കാനായിട്ടുള്ള അച്ഛൻ എന്നെ ക്ഷണിക്കുകയും അങ്ങനെ ഒരു ശുശ്രൂഷ വളരെ യാദൃശ്ചികമായിട്ട് അച്ഛനോടൊത്ത് ശുശ്രൂഷയ്ക്ക് പോവുകയും പിന്നീട് ആ മിനിസ്ട്രിയിൽ അംഗമായിട്ട് ശുശ്രൂഷിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ശുശ്രൂഷ മേഖല എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതല്ല, പരിശുദ്ധ അമ്മയാണ് എന്നെ ഓരോ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കും. അതുപോലെ തന്നെ ഈ കള്ളാർതിര ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ ഈ നോയമ്പ് കാലത്തൊക്കെ അച്ഛൻ്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിൽ ധ്യാന ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛനെ കൂടെ സഹായിക്കാനായിട്ട് പോകുന്നത് ഞാനാണ്. അവിടെയെല്ലാം ഞങ്ങൾ നിരന്തരമായിട്ട് ജപമാല ചൊല്ലി പോകുന്ന വഴിക്കും അല്ലെങ്കിൽ ആ ദേവാലയത്തിലേക്ക് ഇരുന്ന് ദീപികാല എഴുതിച്ച് വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ ഒത്തിരിയേറെ ദൈവിക ഇടപെടൽ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ശുശ്രൂഷ മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു പശ്ചാത്തലം, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അങ്ങനെ ദൈവവചനം പ്രഘോഷിച്ച് അങ്ങനെയുള്ളൊരു കഴിവോ അങ്ങനെയുള്ള ഒരു വ്യക്തിയുള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് പരമാവധി മാറി നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. ഞാൻ പഠനകാലത്തൊക്കെ ഓർത്താൽ എനിക്ക് 4 പേരുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുവാനോ ഒന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്കൊരു സംസാര പാഠമോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാനുള്ള ഒരു ധൈര്യമോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പലപ്പോഴും പിന്മാറുന്ന ഒരു സ്വഭാവക്കാരനാണ്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അനേകരുടെ മുമ്പിൽ ഈശോയെ സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു വലിയ കൃപ അമ്മ
അമ്മയുടെ മാധ്യസ്ഥം വഴി. പലപ്പോഴും ശുശ്രൂഷ മേലേക്ക് നിൽക്കുമ്പോൾ അമ്മ അനേകരുടെ മുമ്പിൽ ഈശോയെ പ്രഘോഷിക്കാനായിട്ടുള്ള വലിയ കൃപ അമ്മയുടെ മാധ്യസ്ഥം വഴി, നിത്യ ജപമാല പ്രാർത്ഥന വഴി എനിക്ക് ലഭിച്ചുവെന്ന് പറയാൻ സാധിക്കും.